ഹലോ ഫ്രണ്ട്സ്, അമ്മച്ചിയുടെ രുചി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അരിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. രാവിലത്തെ ചായക്കോ വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിലാണ് പാൽ എടുക്കേണ്ടത്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1 കപ്പ് പാലെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കണം. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് മാറ്റാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചധികം പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അത് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. നെയ്യും കൂടെ ചേരുമ്പം ഈ പലഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തത്. പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ആ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കിയല്ലേ, അതുപോലെ തന്നെ. നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലാകുമ്പം ഇത് ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ചാൽ വേഗം തണുക്കുകയല്ല. അതുകൊണ്ട് അതിന് ഇച്ചിരി തണുത്ത് കഴിയുമ്പം അത് നല്ലപോലെ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കുക. കുഴയ്ക്കുമ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയാൽ മതി. വെള്ളത്തിൽ മുക്കണ്ട. വെള്ളം തൊട്ടാലും മാവ് പിന്നെ ലൂസായി പോവും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ഏകദേശം പകുതി വേവായതാണല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ പലഹാരമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിച്ചതുകൊണ്ടും നമ്മൾ ക്യാരറ്റും അരിപ്പൊടിയൊക്കെ അല്ലേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത്